ഇന്ന് നമുക്കൊരു ടേർട്ടിലിനെ ചെയ്യാം. ടേർട്ടിൽ ചെയ്യാനായിട്ട് ഞാനിന്നിവിടെ ഉപയോഗിക്കുന്നത് ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡാണ്. പിന്നെ ഒരു 3mm നീഡിൽ യൂസ് ചെയ്യുന്നു. പിന്നെ ഒരു മാർക്കറുണ്ട്, ഒരു സിസേഴ്സ് ഉണ്ട്. ഇത്രയും സാധനങ്ങൾ മതി നമുക്കൊരു. പിന്നെ ഇതിന് ഐസ് വേണം, നല്ല ചെറിയ കണ്ണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ടേർട്ടിലിനെ ചെയ്യാം. കളറ് നമുക്കിഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചുമപ്പ് കളർ ഇട്ടിട്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ടേർട്ടിലിൻ്റെ ഹെഡ് ചെയ്യാം. ടേർട്ടിലിൻ്റെ ഹെഡ് ചെയ്യാനായിട്ട് ആദ്യം ഒരു മാജിക് റിങ് ഉണ്ടാക്കണം. മാജിക് റിങ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ 2 വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഈ നൂല് ഇങ്ങനെ ഇതിലെ ചുറ്റി ഇങ്ങനെ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് നീഡിൽ ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ വെച്ചിട്ട് ഇതിങ്ങോട്ട് വലിച്ചെടുത്തിട്ട് മുകളിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ആ ത്രെഡ് തന്നെ വലിച്ച് ഇതിനകത്തൂടെ കൊണ്ടുവരണം. അപ്പം ഇതാണ് നമ്മുടെ മാജിക് റിങ് എന്ന് പറയുന്നത്. ഈ റിങ്ങിനകത്താണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ മാജിക് റിങ്ങിനകത്ത് നമ്മൾ 6 സിംഗിൾ ക്രോഷേ ചെയ്യും, സിംഗിൾ സ്റ്റിച്ച് ചെയ്യും. നമുക്ക് ഫസ്റ്റ് റോ ചെയ്യും. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 6 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ നീഡിൽ ഇതിനകത്തൂടെ ഇറക്കിയിട്ട് ഇത് ചുറ്റിയെടുക്കുക. അപ്പം ചുറ്റിയെടുക്കുമ്പോൾ നീഡിലിനപ്പുറത്ത് 2 ലൂപ്പ് കാണും. അപ്പം ഇത് ഒന്നും കൂടെ ചുറ്റി ഈ 2 ലൂപ്പിനകത്തും കൂടെയും പുറത്തെടുക്കണം. അപ്പോൾ 1 സ്റ്റിച്ചായി, 6 സ്റ്റിച്ചായി. 6 സ്റ്റിച്ച് കഴിയുന്നുണ്ടെ ഈ ത്രെഡില്ലേ ഇത് നമ്മളിങ്ങനെ വലിച്ച് ഇതിനെ അങ്ങ് ടൈറ്റൻ ചെയ്യണം. വേണ്ട, അതൊരു സർക്കിൾ പോലെ ഇങ്ങനെ വട്ടത്തിലൊരു പൂ പോലെ. എന്നിട്ട് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റിച്ചിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യണം. അടുത്തത് സെക്കൻഡ് റോ ആണ്. അപ്പോൾ എപ്പോഴും ബിഗിനിങ് സ്റ്റിച്ചിൽ നമ്മളൊരു മാർക്കർ വെക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ സ്റ്റിച്ച് ഏതാണെന്ന് അറിയാൻ പറ്റും. അതിനിപ്പം ഈ മാർക്കർ യൂസ് ചെയ്യാം, സാധാരണ നമ്മുടെ കയ്യിലുള്ള സേഫ്റ്റി പിൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ കുത്തുന്ന ചെറിയ സ്ലൈഡില്ലേ അത് യൂസ് ചെയ്യാം. എന്ത് വേണേലും ഒരു അടയാളത്തിന് വേണ്ടി ഇങ്ങനെ വയ്ക്കാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ റോ ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് റോ കഴിയുമ്പം നമുക്കുള്ളത് 6 സ്റ്റിച്ചാണ്. ഇനി സെക്കൻഡ് റോ എന്ന് പറയുമ്പം അത് നമ്മൾ ചെയ്ത് തീരുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ച് വേണം. എന്ന് വെച്ചാൽ ആദ്യത്തെ റോയ്ക്കകത്തുള്ള ഓരോ സ്റ്റിച്ചിലും ഈ 2 സ്റ്റിച്ച് വെച്ച് ചെയ്യണം, ഈ 2 സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്യണം. ഇതിപ്പോൾ ഒരു സ്റ്റിച്ചിൽ 1 ചെയ്ത് ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് രണ്ടാമത്തേത് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് 2 എണ്ണം വെച്ച് ചെയ്യണം, എന്നാലേ അത് 12 എണ്ണം ആകത്തുള്ളൂ. അടുത്തതിൽ 2 രണ്ടാമത്തേത്. പിന്നെ അടുത്തതിൽ 2 അടുത്തതിൽ 2 പിന്നെ നമ്മുടെ ബിഗിനിങ് സ്റ്റിച്ച് അതിൽ 2. അപ്പോൾ ടോട്ടൽ സ്റ്റിച്ച് നമ്മൾ എണ്ണി നോക്കിയാൽ നമുക്ക് 12 എണ്ണം കാണും. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ റോ. മൂന്നാമത്തെ റോ എന്ന് പറയുമ്പം ആദ്യത്തെ ഇതിൽ 1 സ്റ്റിച്ച് തയ്ക്കുക,
ഒരു സിംഗിൾ ക്രോഷ്യ. ഇതാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അതിൽ ഒരെണ്ണം. അടുത്ത സ്റ്റിച്ച് വരുമ്പം അതിനകത്ത് 2 എണ്ണം തയ്ക്കണം. നമ്മൾ ഇതിനകത്ത് സ്റ്റിച്ചിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുവാണ്. വേണ്ട, ആ സ്റ്റിച്ചിൽ 2 എണ്ണം തയ്ക്കണം. തൊട്ടടുത്തതിൽ 1, അടുത്തതിൽ 2. ഈ ഒരു പാറ്റേൺ വേണം തീരുന്നവരെ ഫോളോ ചെയ്യാൻ. ഇപ്പം ഇതേപോലെ ഇവിടം വരെ തയ്ക്കണം. ആദ്യം ഒരെണ്ണം, പിന്നെ അടുത്തതിനകത്ത് 2 എണ്ണം, പിന്നെ ഒരെണ്ണം, പിന്നെ 2 എണ്ണം, അങ്ങനെ ഇവിടം വരെ ചെയ്യണം. ഇതിപ്പോൾ 3ാമത്തെ റോ തീർന്ന്. ഇനി നമുക്ക് 4ാമത്തെ റോ ചെയ്യാം. 4ാമത്തെ റോയ്ക്കകത്ത് ചെയ്യുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് 3ാമത്തേനകത്താണ് ഇൻക്രീസ് ചെയ്യുന്നത്. വേണ്ട, ഈ ആദ്യം ഇതിനകത്ത് ഒരെണ്ണം, തൊട്ടടുത്തതിലും ഒരെണ്ണം, 3ാമത്തേത് വരുന്നുണ്ട്, അതിനകത്ത് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. റോ 4 എണ്ണം കഴിഞ്ഞ്. ഇനിയും 5ാമത്തെ റോ, 6ാമത്തെ റോ, 7ാമത്തെ റോ, ഇതിനകത്തൊന്നും നമ്മൾ തയ്യൽ ഇൻക്രീസ് ചെയ്യുന്നില്ല. 24 സിംഗിൾ ക്രോഷ്യ 3 റൗണ്ട് ചെയ്യും. എല്ലാം ഉള്ള ഓരോ സ്റ്റിച്ചിലും ഇപ്പോൾ ഉള്ള ഓരോ സ്റ്റിച്ചിനകത്തും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യും. അങ്ങനെ 3 റൗണ്ട് ചെയ്യണം. 5, 6, 7. വേണ്ട, 1, 5, അതേണ്ട ഒരെണ്ണം. ഓരോന്നിലും ഓരോ തയ്യൽ തയ്ച്ചാൽ മതി. അങ്ങനെ 3 റൗണ്ട്. ഇതിപ്പോൾ ഞാൻ 5ാമത്തെ റോ ആണ് ചെയ്യുന്നത്. അതിന് ഒരു വ്യത്യാസവും ഇല്ലാതെ 6ാമത്തേതും ചെയ്യണം, 7ാമത്തേതും ചെയ്യണം. ഇപ്പം 7 റോ കംപ്ലീറ്റായി. ഈ 7 റോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ 4ാമത്തെയും 5ാമത്തെയും റോയുടെ ഇടയ്ക്ക് ഈ കണ്ണ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. വേണ്ട, 1, 2, 3, 4. ഇത് 1ാമത്തെ റോ. 2, 3, 4, 5. ഈ 4ൻ്റെ 5ൻ്റെ ഇടയ്ക്ക് കണ്ണ് ഫിക്സ് ചെയ്യാം. ഇവിടെ വെച്ച് വെച്ചിട്ട് നല്ല ഫിറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. അതിൻ്റെ ഒരു കണ്ണ് വെച്ച് ഇനി 1-2 റോ കൂടെ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 7 റോ ആയിരുന്നു ചെയ്തത്. ഇനിയിപ്പോൾ 8ാമത്തെ റോ ചെയ്യാം. 8ാമത്തെ റോയിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ആദ്യത്തെ ഒരെണ്ണത്തിനകത്ത് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിലൊരു സിംഗിൾ ക്രോഷ്യ. ഇനി ഇവിടെ നമ്മൾ ഡിക്രീസ് ചെയ്യുക. അപ്പം 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് 3, 4 കൂടെ ഒന്നിച്ച് ചെയ്യണം. അപ്പം അവിടെ ഒരു സ്റ്റിച്ച് ഡിക്രീസ് ആവുക. അപ്പം 3ാമത്തേൻ്റെ ഈ താഴെയുള്ള ലൂപ്പ് ഇതിലൂടെ നീഡിൽ ഇറക്കിയിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ താഴത്തെ ലൂപ്പിൽ കൂടെ ഇറക്കണം. അപ്പം ടോട്ടൽ ഇവിടെ 3 സ്റ്റിച്ച് കാണും, 3 ലൂപ്പ് കാണും. എന്നിട്ട് ഇത് 3 ലൂപ്പിനകത്തും കൂടെ എടുക്കണം. അപ്പം ശരിക്കും ഇവിടെ ഒരു തയ്യൽ കുറയുകയാണ് ചെയ്തത്. ഇനി അടുത്തതിൽ ഒരെണ്ണം, ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിലും ഒരെണ്ണം, തൊട്ടടുത്തത് ഒരു ലൂപ്പ് എടുക്കുക, അതിൻ്റെ തൊട്ടടുത്തതിൻ്റെയും കൂടെ ഒരു ലൂപ്പ് എടുക്കുക. അപ്പോൾ 3 ലൂപ്പ് കാണും. അതിൻ്റെ 3-നകത്തും കൂടെ മറ്റേ ത്രെഡ് ഇറക്കണം. ഇങ്ങനെ ഇത് ഇവിടെ വരെ കണ്ടിന്യൂ ചെയ്യും.
8ാമത്തെ റോ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് 9ാമത്തെ റോയ്ക്കകത്ത് നമ്മൾ ഒരു സ്റ്റിച്ച് ഇടും, ഒരു ചെയിനകത്ത് ഒരു സ്റ്റിച്ച് ഇടും. തൊട്ടടുത്തത് പിന്നെ ഡിക്രീസാണ് വരുന്നത്, എന്നുവെച്ചാൽ ഒരെണ്ണം കുറച്ച് ചെയ്യും. അതേണ്ട ഇതിനകത്ത് നമുക്ക് ഒരു സ്റ്റിച്ച് ഇടാം. ഇനി അടുത്തതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേണ്ട, ഈ താഴെയുള്ള ലൂപ്പിൽ കൂടെ ഇറക്കുക, തൊട്ടടുത്ത സ്റ്റിച്ചിലും അങ്ങനെ എടുക്കുക. അപ്പം 3 ലൂപ്പ് വരും. ആ 3-നകത്തും കൂടെ ത്രെഡ് വലിച്ചെടുക്കുക. പിന്നെ വീണ്ടും അടുത്തതിൽ ഒരെണ്ണേ ചെയ്യത്തുള്ളൂ. വേണ്ട ഒരു സ്റ്റിച്ച്, പിന്നെ 2 ഒന്നിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഈ ഒരു പാറ്റേൺ ഇവിടെ വരെ ചെയ്യണം. ഇതിപ്പോൾ 9ാമത്തെ റോ കഴിഞ്ഞു. ഈ 9ാമത്തെ റോ കഴിയുമ്പം നമുക്ക് ഇതിനകത്ത് സ്റ്റഫ് ചെയ്യാം. ഇത്തിരി ടൈറ്റായിട്ട് സ്റ്റഫ് ചെയ്യണ്ട, കുറച്ച് സ്റ്റഫ് ചെയ്യാം. സ്റ്റഫ് ചെയ്ത് ഇനി നമുക്ക് ഇതിവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ 9 റോ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റഫ് ചെയ്ത് ഇനി 10ാമത്തെ റോ ചെയ്യാം. 10ാമത്തെ റോയ്ക്കകത്ത് നമ്മൾ ഒരു സ്റ്റിച്ച് ഇടും, പിന്നെ ഡിക്രീസ് വരും, അങ്ങനെ പോകും. ഒരു സ്റ്റിച്ച്, ഒരു ചെയിനിൽ ആദ്യത്തെ ചെയിനിൽ ഒരു സ്റ്റിച്ച് ഇടാം. അത് കഴിഞ്ഞിട്ട് ഒരു ഡിക്രീസ് എന്ന് പറയുമ്പം ഇതും എടുക്കണം, തൊട്ടടുത്തതും എടുക്കണം. അപ്പം 3 ലൂപ്പ് വരും. ആ 3-നകത്തും കൂടെ എടുക്കണം. പിന്നെ അടുത്തത് ഒരെണ്ണം. പിന്നെ അടുത്തത് ഡിക്രീസാ വരും. ഇങ്ങനെ അടുത്തത് ഒരു ചെയിൻ. അടുത്തത് ഒരു ഡിക്രീസ്. എന്നിട്ട് ഇത് ഊരാം. എന്നിട്ട് നമുക്ക് ഈ ഹോൾ വന്നത് അതിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. അതിവിടുത്തെ ഒരു ചെയിനിനകത്തൂടെ എടുത്തിട്ട് തൊട്ടപ്പുറത്തെ ചെയിനിനകത്തൂടെ എടുത്ത് വെച്ച് ക്ലോസ് ചെയ്ത്, എന്നിട്ട് ഇത് ഈ ത്രെഡ് കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ എവിടെയും കെട്ടിട്ട് വയ്ക്കാം. ഇതിനെ ഇനി നമ്മളിവിടെ കെട്ടിട്ട് വയ്ക്കണം. അപ്പം 2 ഹെഡ് ചെയ്ത്, ഒരു മഞ്ഞയും ചെയ്ത് ഒരു ചുവപ്പും ചെയ്ത്, ഹെഡ് ഉണ്ടാക്കിയ അതേ കളർ നൂല് വെച്ചിട്ട് നമുക്കിനി 4 കാലുണ്ടാക്കാം. 4 ഉണ്ടാക്കണം. അപ്പം അതിന് നേരത്തെ പോലെ തന്നെ ആദ്യം ഒരു മാജിക് റിങ് ഉണ്ടാക്കുക. മാജിക് റിങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് 8 സിംഗിൾ ക്രോഷ്യ വേണം, 8 എണ്ണം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്,
5 6 7 8. കഴിഞ്ഞിട്ട് ഈ ത്രെഡ് ഇങ്ങനെ വലിച്ച് ഇത് ടൈറ്റൻ ചെയ്യണം. ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആദ്യത്തെ സ്റ്റിച്ചിൽ കൊണ്ടുപോയി അത് യോജിപ്പിക്കും. നമ്മുടെ ഓരോ റോ കഴിഞ്ഞു. ഈ രണ്ടാമത്തെ റോ എന്ന് പറയുമ്പം ഇപ്പം ആദ്യത്തെ റോയ്ക്കകത്ത് 8 സ്റ്റിച്ചാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ റോ തയ്ക്കുമ്പോൾ 16 സ്റ്റിച്ച് വരും. 16 സ്റ്റിച്ച് വരുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് ഈ മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് 16 എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റിച്ചിനകത്തും ഈ 2 എണ്ണം തയ്ക്കണം. ഇതിനകത്ത് 2 സിംഗിൾ ക്രോഷ്യ തയ്ക്കണം. 1 2, അടുത്തതിൽ 2, അതിൻ്റെ അടുത്തതിലും 2. അങ്ങനെ ഇവിടെ വരെ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ രണ്ടാമത്തെ റോ കഴിഞ്ഞ് 16 സ്റ്റിച്ച് ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ റോ എന്ന് പറയുമ്പോൾ ആദ്യത്തേനകത്ത് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിനകത്ത് ഇൻക്രീസ് വരും. 1, അടുത്ത സ്റ്റിച്ചിനകത്ത് 2 എണ്ണം തയ്ക്കണം. അടുത്തതിൽ 1, പിന്നെ 2. ഈ ഒരു പാറ്റേൺ ഈ റോ തീരുന്നവരെ കണ്ടിന്യൂ ചെയ്യണം. 3 റോ കഴിഞ്ഞു. ഈ 3 റോ കഴിയുമ്പം ഈ ഒരു ത്രെഡില്ലേ, ഈ ത്രെഡ് ഇതിനകത്തങ്ങ് വെച്ച് ഹൈഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സ്റ്റിച്ചും ബാക്കിലത്തെ ഒരു സ്റ്റിച്ചും കൂടെ ജോയിൻ ചെയ്യാം. അങ്ങനെ എല്ലാ തയ്യലും ഫ്രണ്ടിലും ബാക്കിലും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പം നമ്മൾ ഹെഡ് ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ 4 കാലുണ്ടാക്കി. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ ഷെല്ലുണ്ടാക്കാം, അതിൻ്റെ പുറത്തിരിക്കുന്ന ആ പാർട്ട്. ഇനി നമുക്ക് ടർട്ടിലിൻ്റെ ഷെല്ലുണ്ടാക്കാം. ഷെല്ലുണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു മാജിക് റിങ് ഉണ്ടാക്കി. ആ മാജിക് റിങ്ങിനകത്ത് നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് റോയിൽ 6 സ്റ്റിച്ചായിരുന്നു. ഇനി രണ്ടാമത്തെ റോ വരുന്നുടനെ നമുക്ക് 12 സ്റ്റിച്ച് വരും. അത് ഓരോ ചെയിനിനകത്തും ഈ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ഇനി തൊട്ടടുത്തതിൽ 2 എണ്ണം. ഇനി അതിൻ്റെ അടുത്തതിൽ 2 എണ്ണം. അങ്ങനെ ഇത് നമ്മൾ 6 എണ്ണത്തിൽ ചെയ്ത് തീരുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ 12 സ്റ്റിച്ച് വരും.
ഇപ്പോൾ തന്നെ സെക്കൻഡ് റോ നമ്മൾ കഴിഞ്ഞ്. ഇനിയിപ്പം തേർഡ് റോ ആണ്. തേർഡ് റോയിൽ ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. അവിടെ ഒരു ഇൻക്രീസാണ് വരുന്നത്. അപ്പം ഈ 12 എന്നുള്ളത് മൂന്നാമത്തെ റോ ആകുമ്പോഴത്തേക്ക് 18 സ്റ്റിച്ചാവും. ആദ്യത്തെ സ്റ്റിച്ചിൽ നമുക്ക് ഒരെണ്ണം തയ്ക്കാം, ഒരു സിംഗിൾ ക്രോഷ്യ. രണ്ടാമത്തെ സ്റ്റിച്ച് തന്നെ അതിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. 1 2, അടുത്തതിൽ ഒരെണ്ണം, ഇത് കഴിഞ്ഞ് അടുത്തതിൽ ഒരെണ്ണം. ഇനി അടുത്തതിൽ 2 എണ്ണമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഒരു സിംഗിൾ ക്രോഷ്യ ആദ്യം ഒരു സ്റ്റിച്ചിൽ, പിന്നെ 2 എണ്ണം. ആ ഒരു സെയിം പാറ്റേൺ നമുക്ക് ഇവിടെ വരെ ചെയ്യാം. ഇനി ചെയ്യാൻ പോകുന്നത് ഫോർത്ത് റോ ആണ്. അതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇവിടുന്ന് മാറ്റി നമുക്ക് ആദ്യത്തെ സ്റ്റിച്ച് എടുക്കാം. ഫോർത്ത് റോയിൽ ആദ്യത്തെ 2 സ്റ്റിച്ചിനകത്ത് ഓരോ സിംഗിൾ ക്രോഷ്യ. ഇവിടെ സ്റ്റിച്ച് മാർക്കർ വീണ്ടും വെച്ച് കൊടുക്കണം. ആദ്യത്തെ 2 എണ്ണത്തിലാണ് ഓരോന്ന്. അപ്പോൾ ഇപ്പോൾ 1 കഴിഞ്ഞ് രണ്ടാമത്തേതിൽ 2 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റിച്ചിനകത്ത് 2 സിംഗിൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിനകത്താണ് വരുന്നത്. അതാണ് നമ്മുടെ പാറ്റേൺ. അടുത്തതിൽ 1, തൊട്ടടുത്തതിൽ 1, അതിൻ്റെ അടുത്തതിൽ 2. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇവിടുന്ന് ഇവിടെ വരെ ചെയ്യണം. ആദ്യത്തേതിനകത്ത് ഒരെണ്ണം, പിന്നത്തേതിനകത്ത് ഒരെണ്ണം, പിന്നെ വരുന്നതിനകത്ത് 2. അപ്പോൾ 1 1 2. അതാണ് നമ്മുടെ പാറ്റേൺ. അത് ഇവിടെ വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പം 4ാമത്തെ റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 4ാമത്തെ റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ച് കിട്ടി. ഇനി 5ാമത്തെ റോ ആണ്. 5ാമത്തെ റോയ്ക്കകത്ത് നമ്മൾ ആദ്യത്തെ 3 എണ്ണത്തിൽ ഓരോ സ്റ്റിച്ചും, 4ാമത്തെ സ്റ്റിച്ചിൽ 2 സ്റ്റിച്ച്. അപ്പോൾ നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത് 1 1 1 പിന്നെ 2. അപ്പോൾ ആദ്യം ഇനി സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് നമുക്ക് അത് തുടങ്ങാം. സ്റ്റിച്ച് മാർക്കർ എടുത്ത് അതിനകത്ത് ഒരെണ്ണം, ഒരു ചെയിൻ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത്, ഇനി 2 എണ്ണത്തിലും കൂടെ രണ്ടാമത്തേത് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിനകത്തും ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പം 3 എണ്ണത്തിൽ സിംഗിൾ ക്രോഷ്യ ആയി. ഇനി അതിൻ്റെ തൊട്ടടുത്തതിനകത്ത് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. 1 2. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഇനി ഇവിടെ വരെ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം നമ്മുടെ 5ാമത്തെ റോ കഴിഞ്ഞ് ഇനി 6ാമത്തെ റോയിൽ, 6ാമത്തെ റോയ്ക്കകത്ത് നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ ചെയ്യും. എന്നിട്ട് 5ാമത്തെ സ്റ്റിച്ചിനകത്ത് 2 എണ്ണം ചെയ്യും. അതാണ് നമ്മുടെ പാറ്റേൺ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട്, അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ച്. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം, 1 സ്റ്റിച്ച് മാർക്കർ ഇടുക. പിന്നെ അടുത്തതിനകത്ത് 1, 2 3 4. ആദ്യത്തെ 4 സ്റ്റിച്ചിനകത്ത് ഓരോ സിംഗിൾ ക്രോഷ്യ, പിന്നെ അടുത്തതിനകത്ത് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ നമ്മുടെ പാറ്റേൺ അതാണ്, 4 പിന്നെ 2. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഇനി ഇവിടം വരെ ചെയ്യേണ്ടത്. 6ാമത്തെ റോ കഴിഞ്ഞപ്പോൾ 36 സ്റ്റിച്ചായി. ഇനി 7 8 9. ഇനി 3 റോ ഒരു ഇൻക്രീസ് ഒന്നുമില്ല. ഈ 36 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക 3 റൗണ്ടിൽ, എന്നുവെച്ചാൽ 7 8 9. നമ്മുടെ എന്താ പറയുന്നത്,
7, 8, 9 ആ റോ എല്ലാം കഴിഞ്ഞു. ഇനി 10th റോയാണ് വരുന്നത്. 10th റോ വരുമ്പം നമ്മൾ ഇതിലോട്ട് തയ്ക്കണ്ട, അതിന് പകരം ഇപ്പം ഈ തയ്ച്ച സ്റ്റിച്ച് മാർക്കർ എടുക്കണ്ട, അതിന് പകരം നമ്മൾ ഇത് ഫിനിഷ് ചെയ്തിപ്പം നിൽക്കുന്നിടത്ത് നമ്മൾ ഒരു ചെയിൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിക്കണം. തിരിച്ചു കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ചീത്ത വശമാണ്, നമ്മൾ തിരിച്ചു വെച്ചിട്ട് ഈ 36 സ്റ്റിച്ച് ഇപ്പോൾ ഉള്ളതിൽ വീണ്ടും 36 ചെയിൻ കൊടുക്കണം. അത് കൊടുക്കുമ്പം ഈ തയ്യലിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ താഴത്തെ ലൂപ്പിൽ നിന്ന് വേണം തയ്ക്കാൻ. ഈ മേളത്തെ അല്ല എടുക്കേണ്ട, താഴത്തെ ലൂപ്പ് അല്ല. ഇതിപ്പോൾ ഇതിൽ കൊടുത്തിട്ട് അല്ല, പിന്നെ തൊട്ടടുത്തതിലൊന്ന്, അങ്ങനെ എല്ലാത്തിലും ബാക്ക് ലൂപ്പിൽ ഓരോ സിംഗിൾ ക്രോഷേ തയ്ക്കണം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ചെയ്യാം. നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. മഞ്ഞ കളർ എടുക്കാം. ഇപ്പോൾ കാല് ഒക്കെ മഞ്ഞ കളറിലാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് മഞ്ഞ എടുക്കാം. മഞ്ഞ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെ വേണേലും തുടങ്ങാം. നമ്മൾ നേരത്തെ 9th റോയുടെ ബാക്ക് ലൂപ്പിലാണ് ചെയ്തത്. അപ്പോൾ ഇനി ഫ്രണ്ട് ലൂപ്പ് കിടപ്പുണ്ട്. ആ ഫ്രണ്ട് ലൂപ്പിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ലൂപ്പിൽ ഈ യെല്ലോ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ ഇത് അറ്റാച്ച് ചെയ്ത് ഇത് നമുക്കൊരു സ്റ്റിച്ചായിട്ട് കൂട്ടണ്ട. ഇതിൽ നമുക്ക് ഇനി ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷ്യ അല്ല, ഒരു ചെയിൻ സ്റ്റിച്ച്. ഇനി നമ്മൾ ഈ അറ്റാച്ച് ചെയ്ത ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇതിൽ തന്നെ നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ ഇത്, അതിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷ്യ നമ്മൾ അതിൽ തന്നെ ചെയ്തു. അപ്പം ആദ്യത്തേത് നമ്മളൊരു സിംഗിൾ ക്രോഷ്യായിട്ട് കൂട്ടുന്നില്ല, അത് നമ്മളത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം ഇപ്പം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്തതിൽ പോയിട്ട് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ഇവിടാണ് നമ്മളിനി ഹെഡ് പിടിപ്പിക്കാൻ പോകുന്നത്. ഹെഡ് 3rd സ്റ്റിച്ച്, ഈ ഷെല്ലിൻ്റെ ഇപ്പം നമ്മൾ 2 ചെയ്ത് അതിൽ 3rd സ്റ്റിച്ചിലാണ് ഹെഡ് പിടിപ്പിക്കാൻ പോകുന്നത്. ഹെഡ് നമ്മൾ ഇവിടെ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഇതാ നമ്മുടെ നല്ല വശം. ആ നല്ല വശത്താണ് ഈ ഹെഡ് ഇങ്ങനെ പിടിപ്പിക്കുന്നത്. ഇതിങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ തീരുന്നുടനെ ഇങ്ങനെ വരണം, ഇങ്ങനെ ഇരിക്കും. അല്ല, അപ്പോൾ നമുക്ക് ഇവിടെ ഹെഡ് പിടിപ്പിക്കാം. അത് ഹെഡിൻ്റെ 4 സ്റ്റിച്ച് നമ്മൾ ഇവിടെ 4 ജോയിൻ ചെയ്യണം. നമുക്കിനി ഹെഡ് ജോയിൻ ചെയ്യാം. ഹെഡ് ജോയിൻ ചെയ്യാൻ വേണ്ട ഇതാണ് ഒരു സ്റ്റിച്ച്. അത് നമുക്ക് വേണ്ട ഇതിൻ്റെ അടുത്ത ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വേണ്ട രണ്ടാമത്തേത് വേണ്ട അടുത്ത ലൂപ്പിൽ അതും സിംഗിൾ ക്രോഷ്യ. അപ്പോൾ 2 ജോയിൻ ചെയ്ത് അടുത്തത് വേണ്ട മൂന്നാമത്തേത് ഇതിൽ ജോയിൻ ചെയ്യും. 3 അടുത്തത് 4. അങ്ങനെ നമ്മൾ ഹെഡിൻ്റെ 4 ഇത് ജോയിൻ ചെയ്ത് തിരിച്ചു വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അത് ഹെഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി ഹെഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാലാണ് ചെയ്യേണ്ടത്. കാല് ചെയ്യാൻ
അപ്പം ഇതിപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി രണ്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇവിടെ എന്താ പറയുന്നത്, ഈ താഴത്തെ ലൂപ്പിൽ 1 2 അത് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മളിവിടെ ലെഗ് പിടിപ്പിക്കാൻ പോവാം. അപ്പം ഹെഡ് ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനായി. നമുക്ക് ഈ കാല് പിടിപ്പിക്കാം. അതിൽ കാലിൻ്റെ ഇവിടുന്ന് 1 2 3 സ്റ്റിച്ചാണ് ഇതിൽ നമ്മൾ പിടിപ്പിക്കേണ്ടത്. ഇതൊരെണ്ണം, അത് ഇതിൽ സിംഗിൾ ക്രോഷേ വെച്ചിട്ട് നമുക്ക് പിടിപ്പിക്കാം. ഒന്ന്. ഇനി രണ്ടാമത്തേത് 1, അടുത്തത് കാലിൻ്റെ 3ാമത്തെ സ്റ്റിച്ച്. അല്ല 3 പിടിപ്പിച്ച്. കാല് പിടിപ്പിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കർവ് ചെയ്തിരിക്കുന്ന ഭാഗം വേണം തലയുടെ അവിടോട്ട് വരാൻ. ഇത് ഇപ്പുറത്തെ സൈഡിൽ വരണം. അപ്പം ഇത് തല പിടിപ്പിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഈ ഷെല്ലിനകത്ത് 6 സിംഗിൾ ക്രോഷേ ചെയ്യണം. 1 2 അങ്ങനെ 6 ചെയ്യാം. ഇവിടെ ഞാൻ 6 സിംഗിൾ ക്രോഷേ ഷെല്ലിൽ ചെയ്തു. ഇനി അടുത്ത കാല് പിടിപ്പിക്കണം. അതും ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 3 1 2 3 ഇവിടെ നമുക്ക് സിംഗിൾ ക്രോഷേ ഉപയോഗിച്ച് പിടിപ്പിക്കാം. രണ്ടാമത്തെ കാലും പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ 2 സിംഗിൾ ക്രോഷേ അടുത്തതിൽ ചെയ്യണം. 2 സിംഗിൾ ക്രോഷേ ഇതിലും നമുക്ക് 3 ചെയിൻ ഇടാം. 2 3. എന്നിട്ട് ഈ രണ്ടാമത്തേതിനകത്ത് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിനെ പുള്ളി ചെയ്തിട്ട് ഈ 2 ലൂപ്പിനകത്തും കൂടെ പിന്നെ നമ്മൾ എന്താ പറയുന്നത്, യാണോവർ ചെയ്യണ്ട, വെറുതെ അതിനകത്തൂടെ ഇങ്ങനെ വലിച്ചിറക്കിയാൽ മതി. അതിനെ സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. ഇച്ചിരി ടൈറ്റായി പോയേണ്ടൊരു പ്രയാസം. ഇനി തൊട്ടടുത്തതിൽ അതുപോലൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വേണ്ട, ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ ടെയിലാണ്. ഒരു കുഞ്ഞ് ടെയില്. ആ കുഞ്ഞ് ടെയില് കഴിഞ്ഞിട്ട് വീണ്ടും 2 സിംഗിൾ ക്രോഷേ ചെയ്യണം. 2 സിംഗിൾ ക്രോഷേ കഴിഞ്ഞു. 2 സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ അടുത്ത കാല് വയ്ക്കാം. കാല് വെക്കുമ്പോൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വെച്ച് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വെക്കണം. കാരണം ഈ വളവ് ഭാഗമാണ് ഇങ്ങോട്ട് വരേണ്ടത്. അത് ഇതിനകത്ത് 3 കൗണ്ട് ചെയ്തിട്ട് 3 സിംഗിൾ ക്രോഷേ ഉപയോഗിച്ച് ഇതിൽ ഇപ്പുറത്തേത് ചെയ്തതുപോലെ തന്നെ നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. അല്ല, ഈ ലെഗ് ഫിക്സ് ചെയ്തു. ഇനി 6 സിംഗിൾ ക്രോഷേ ഇവിടെ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ലെഗ് ഫിക്സ് ചെയ്യുന്നത്. 6 സിംഗിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ അത് നമ്മളിവിടെ ചെയ്ത് നിർത്തി. ഇനി വേണ്ട ഇതിൽ രണ്ട് അങ്ങനെ 6 ചെയ്യാം. 6 ചെയ്ത് കഴിഞ്ഞ് ഇനി അതിന് ശേഷം നമുക്കിനി ഒരു കാലോടുണ്ട്, അതും കൂടെ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത കാലും ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് എല്ലാ കാലും ഫിക്സ് ചെയ്ത് ഇനി നമുക്ക്
അടുത്ത റൗണ്ട് നോക്കാം. ഇത് ഈ മഞ്ഞ ഇപ്പം ഇതിൻ്റെ ബോട്ടം പാർട്ടാണ് നമ്മൾ ചെയ്തത്. ഈ ബോട്ടം പാർട്ടിനകത്ത് ഫസ്റ്റ് റോ നമ്മളിപ്പോൾ ചെയ്തത്. ഇനി അതിൻ്റെ സെക്കൻഡ് റോ എന്ന് പറയുന്നത് 4 സ്റ്റിച്ചിനകത്ത് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് പിന്നെ ഡിക്രീസ് ചെയ്യണം. 4 എണ്ണത്തിൽ സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്യണം, പിന്നെ ഒരെണ്ണം ഡിക്രീസ്. എന്നുവെച്ചാൽ നമ്മൾ നേരത്തെയൊക്കെ അത് ചെയ്തതാണ്. 2 എണ്ണത്തിൽ കൂടെ എടുത്തിട്ട് പിന്നെ അത് ഒരു സ്റ്റിച്ച് അതിൽ നിന്ന് കുറഞ്ഞു വരും. അല്ലേ, ഇതിപ്പോൾ നമ്മൾ ആ റോ ഇവിടെ അറ്റം വരെ എത്തി. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് അടുത്ത റോ എന്ന് പറയുന്നത് റൗണ്ട് 3 ആണ്. അതിൽ 3 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് പിന്നെ ഒരു ഡിക്രീസ്. എന്ന് വെച്ചാൽ ആദ്യത്തെ 3 ചെയിനിലും ഓരോന്ന് തയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു ഡിക്രീസ്. ബോട്ടത്തിൻ്റെ 3ാമത്തെ റോയും കഴിഞ്ഞ് ഇനി ബോട്ടത്തിൻ്റെ 4ാമത്തെ റോ ചെയ്യാം. 4ാമത്തെ റോ എന്ന് പറയുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ എന്നിട്ട് ഒരു ഡിക്രീസ്. ഇപ്പം ചെയ്തതുപോലെ തന്നെയാണ്, പക്ഷേ 2 സിംഗിൾ ക്രോഷ്യ ചെയ്താൽ മതി ആദ്യം, 3-ന് പകരം 2. അതുകൊണ്ട് ഇതിൻ്റെ 4ാമത്തെ റോയും കഴിഞ്ഞു. ഇനി 5ാമത്തെ റോ ചെയ്യാം. 5ാമത്തെ റോയിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് ഡിക്രീസ്. 5 റോ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് സ്റ്റഫ് ചെയ്യാം. എല്ലാത്തിനെയും നമുക്ക് ഫില്ല് ചെയ്യാം. ഒത്തിരി അങ്ങ് ടൈറ്റായിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും ഫില്ല് ചെയ്ത് ഈ വെളിയിൽ കിടക്കുന്ന നൂലൊക്കെ നമുക്ക് അകത്തോട്ട് ഹൈഡ് ചെയ്ത് വെക്കാം. അത് ഈ ക്രോഷ്യ നീഡിൽ വെച്ച് തന്നെ അകത്തോട്ട് പുള്ളി ചെയ്തിങ്ങനെ എടുത്താൽ മതി. അങ്ങനെ എന്തെങ്കിലും ത്രെഡ് വെളിയിൽ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിനകത്ത് അങ്ങ് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും ഡിക്രീസാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ഡിക്രീസ്. 2 സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്ത് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. മാർക്കർ മാറ്റി, എന്നിട്ട് എല്ലാം ഡിക്രീസ് എന്ന് പറയുമ്പം ആദ്യം തൊട്ടേ ഡിക്രീസാണ് ചെയ്യുന്നത്. ഉണ്ട് 2 എണ്ണം ഒന്നിച്ചാ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു ഡിക്രീസായി, തൊട്ടടുത്തതിലും ഡിക്രീസ്. അങ്ങനെ ഈ കംപ്ലീറ്റ് ഇത് നമുക്ക് ഡിക്രീസ് ചെയ്ത് ക്ലോസ് ചെയ്യും. അടുത്തതും ഡിക്രീസാണ്. ഇത് ഡിക്രീസ് ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ ക്ലോസ് ആയി. ഇനി നമുക്ക് ഇവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്ത് അവിടെ കൂടെ പുള്ളി ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് തയ്ച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ത്രെഡ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതിനെ സെക്യൂർ ചെയ്ത് വയ്ക്കും. ഇതിപ്പോൾ ഇതിനകത്തോട്ട് കൊണ്ടുപോയാലും മതി. ഇങ്ങനെ കൊണ്ടുപോയി ഇതിനകത്ത് നമുക്കിതിനെ സെക്യൂർ ചെയ്ത് നിർത്താം. പിന്നെ ഇത് ഊരി പോകത്തില്ല, നല്ലോണം സെക്യൂർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി പാർട്ട് കട്ട് ചെയ്തില്ല. നമ്മുടെ ടേർട്ടിൽ റെഡിയായി. എൻ്റെ 2 ടേർട്ടിൽ റെഡി ആയിട്ടുണ്ട്. കീ ചെയിനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ കീ ചെയിൻ്റെ ക്ലിപ്പിട്ടാൽ മതി, കീ ചെയിനാക്കാം.